നിയമസഭാ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പാർട്ടികൾക്കായി സ്ഥാനാർത്ഥി സാധ്യത തേടി PR ഏജൻസികളുടെ സർവേ. ചെങ്ങന്നൂർ, ഹരിപ്പാട്, കായംകുളം, കുട്ടനാട് മണ്ഡലങ്ങളിലെ വിവരമാണ് തേടുന്നത്. കോളേജ് വിദ്യാർത്ഥിനി എന്ന വ്യാജേന BLOയുടെ വിവരം തേടുന്നതിന്റെ ശബ്ദരേഖ പുറത്ത്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. കേരള സർവകലാശാലയിൽ പൊളിറ്റിക്കൽ സയൻസിലെ അവസാന വർഷ വിദ്യാർത്ഥിയാണ് സർ. ഞാനിപ്പോൾ കേരള സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഭാഗമായി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനാണ് വിളിച്ചത്. അതിനുവേണ്ടി 1 മിനിറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ സർ. സർ, നിങ്ങൾ നിയമസഭാ മണ്ഡലം ഏതാണെന്ന് പറയാമോ സർ? ചെങ്ങന്നൂർ, ഹരിപ്പാട്, കായംകുളം, കുട്ടനാട് ഏതെങ്കിലും നിയമസഭാ മണ്ഡലം സാറിന്റെ ആണോ? ചെങ്ങന്നൂർ. സാറിന്റെ നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പേര് പറയാം. സാറിന് ഇത് അവരുടെ നെയിം അറിയാമെങ്കിൽ അതേന്നും ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാമോ? സർ, നമുക്ക് സർവേ ആണ് സർ, പ്രൊജക്ടിന്റെ ബേസ് ചെയ്ത്. സർ, ലാസ്റ്റ് ഇയർ പ്രൊജക്ട് ആണ് സർ. അതുകൊണ്ടാണ് സർ. KP ശ്രീകുമാർ കേട്ടിട്ടുണ്ടോ നെയിം? KP ശ്രീകുമാറോ? ഇല്ല, അങ്ങനെ കേട്ടിട്ടില്ല. ആളെ കേട്ടിട്ടേ ഇല്ല. ഓക്കെ സർ. എബി കുര്യാക്കോസ് കേട്ടിട്ടുണ്ടോ? ഇല്ല. അബിൻ വർക്കി കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട്. ഓക്കെ സർ. മരിയ ഉമ്മൻ കേട്ടിട്ടുണ്ടോ? മറിയ ഉമ്മനോ? ഇല്ല ഇല്ല ഇല്ല, മറിയ ഉമ്മ കേട്ടിട്ടില്ല. അച്ചു ഉമ്മൻ കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട്. M ശശികുമാർ കേട്ടിട്ടുണ്ടോ സർ? ഇല്ല. നിതിൻ ചെറിയാൻ കേട്ടിട്ടുണ്ട്. മത്സരത്തിലുണ്ടായിരുന്നല്ലോ ഇത്തവണ നമ്മുടെ ബ്ലോക്കിലേക്ക്. ഷാജി ചെറിയാൻ. പിന്നെ ഓക്കെ സർ. MT രമേശ് കേട്ടിട്ടുണ്ടോ സർ? പിന്നെ ഉണ്ട്. ഓക്കെ സർ. PS ശ്രീധരൻ പിള്ളാരി കേട്ടിട്ടുണ്ടോ? PS ശ്രീധരൻ പിള്ള. നാളെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ട് സാർ. ഏത് പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യാന്ന് പറയാമോ സാർ? സാറിന് വിരോധമില്ലെങ്കിൽ കോൺഗ്രസ് ആണോ, CPIM ആണോ, BJP ആണോ? ഞാൻ ഇലക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. കുഴപ്പമില്ല സാർ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് വോട്ട് ചെയ്തെന്ന് പറയാമോ? സാറിന് വിരോധമില്ലെങ്കിൽ പറഞ്ഞു. 2021 ഞാൻ വോട്ട് ചെയ്യാൻ പോയില്ല. 24 ഓർക്കുന്നില്ല സാർ. സാറിന്റെ കമ്മ്യൂണിറ്റി ഏതാന്ന് പറയാമോ? കമ്മ്യൂണിറ്റി ഹിന്ദു നായർ. സഫാൻ VP വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സഫാൻ, ഇതിപ്പോൾ എല്ലായിടത്തും ഇത്തരത്തിലുള്ള സർവേകൾ നടക്കുന്നുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ സർവേ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു പ്രാഥമിക വിവരശേഖരണം ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഈ ഫോൺ സംഭാഷണം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. സാധാരണഗതിയിൽ നമ്മൾ കസ്റ്റമർ കെയർ എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ സംസാരിക്കുന്ന അതേ ഭാഷയിൽ, അതേ പ്രൊഫഷണലായിട്ടാണ് ഈ പെൺകുട്ടി ഈ BLOയോട് സംസാരിക്കുന്നത്. ചെങ്ങന്നൂർ മണ്ഡലത്തിലെ ഒരു BLO ആണ് ഇത്തരത്തിൽ ഫോൺ എടുക്കുന്നത്. ആ ചെങ്ങന്നൂർ മണ്ഡലത്തിലെയും സമീപ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾ ആരാകാനായിരിക്കും സാധ്യത എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരങ്ങളാണ്. കുറച്ച് പേരുകൾ പറയുന്നുണ്ട്. അത് നമുക്ക് പരിചയമുള്ള മന്ത്രി സജി ചെറിയാൻ, ഉമ്മൻചാണ്ടിന്റെ മക്കളായ അച്ചു ഉമ്മൻ അടക്കമുള്ള ആളുകളുടെ പേരൊക്കെ ഈ പെൺകുട്ടി ചോദിച്ചറിയുന്നുണ്ട്. ഇവരെ അറിയാമോ, ഇവർ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടോ എന്ന തരത്തിൽ yes or no മറുപടിയാണ് ഈ പെൺകുട്ടി ഏതായാലും ഫോൺ വിളിച്ച് ചോദിക്കുന്നത്. ഈ സ്വയം പരിചയപ്പെടുത്തുന്നത് കാര്യവട്ടം ക്യാമ്പസിലെ, തിരുവനന്തപുരത്തെ കാര്യവട്ടം ക്യാമ്പസിലെ ഒരു വിദ്യാർത്ഥിയാണ്. പൊളിറ്റിക്കൽ സയൻസ് 3ാം വർഷ വിദ്യാർത്ഥിയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി, കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്ന വ്യാജേനയാണ് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത്. നമ്മളെന്തായാലും കാര്യവട്ട ക്യാമ്പസിലെ അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ ഇങ്ങനെ ഒരു സർവേ നടത്താൻ വിദ്യാർത്ഥികളെ ചുമതലപ്പെടുത്തിയിട്ടില്ല. വിദ്യാർത്ഥികൾ ഫോൺ മുഖേന ഇങ്ങനൊരു സർവേ നടത്തുന്നില്ല എന്നും സർവകലാശാല അധികൃതരുടെ ഭാഗത്തു നിന്നും കാര്യവട്ടം ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും എന്തായാലും ഇങ്ങനൊരു വിശദീകരണം വന്ന പശ്ചാത്തലത്തിലാണ് ഇതൊരു PR ഏജൻസിയുടെ ഭാഗമായിട്ടുള്ള സർവേ എന്നാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് PR ഏജൻസികളും ഇത്തരത്തിലുള്ളൊരു വിവരശേഖരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു രസകരമായി തന്നെ നമുക്ക് ഇതാക്കാൻ പറ്റുന്ന ഒരു ഓഡിയോ മറ്റാർക്കെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള കോളുകൾ വന്നിട്ടുണ്ടോ സഫാൻ, അറിയാമോ? നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു വിവരം മാത്രമാണ് കിട്ടിയത്. ഈ ഒരു ഓഡിയോ ഇതൊരു ചെങ്ങന്നൂർ മണ്ഡലത്തിൽ ഇത്തരത്തിൽ SIRന്റെ ഭാഗവുമായി ബന്ധപ്പെട്ടൊക്കെ ജോലി ചെയ്യുന്ന ഒരു BLO ആണ്. അദ്ദേഹത്തിന് ഈ ഒരു ഫോൺ കോൾ വരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള
സംശയമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അങ്ങനെ ഈ ഒരു ഫോൺ ഒരു കൗതുകത്തിന് വേണ്ടി റെക്കോർഡ് ചെയ്ത് നമ്മളെ ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ ആക്കുമ്പോഴാണ് ഇതിലൊരു പിന്നീട് നമ്മൾ ഈ കാര്യവട്ടം ക്യാമ്പസുമായൊക്കെ അന്വേഷിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സർവേ കോളേജിന്റെ ഭാഗത്തായാലും വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് നടന്നിട്ടില്ല എന്നുള്ളൊരു ഉറപ്പ് കിട്ടുന്നത്. ഇദ്ദേഹത്തിന് ഈ സംസാരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം വളരെ രസകരമായിട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ നേരിടുന്നത്. കേരള രാഷ്ട്രീയത്തിൽ സജീവമായ സജി ചെറിയാനെ പോലുള്ള ആളുകളൊക്കെ അറിയുമോ, അബിൻ വർക്കിയെ അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നു. BJPയുടെ MT രമേശിനൊക്കെ ആ പെൺകുട്ടി പേര് വായിച്ച് പറയുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോഴൊക്കെ ഈ BLO ചിരിച്ചുകൊണ്ടാണ് ഇതിന് മറുപടി പറയുന്നത്. വളരെ രസകരമായിട്ടാണ് മറുപടി പറയുന്നത്. ഈ കോള് തുടങ്ങുന്നതിന് തന്നെ ആദ്യമായിട്ട് കൃത്യമായ വിവരങ്ങൾ ഈ പെൺകുട്ടി പങ്കുവെക്കാൻ തയ്യാറാവുന്നില്ല. ഒരു ഒറ്റ സ്ട്രക്ചറിൽ നമ്മുടെ ഈ കസ്റ്റമർ കെയറിലൊക്കെ ആളുകൾ സംസാരിക്കുന്ന പോലെ ഒറ്റ സ്ട്രക്ചറിൽ സംസാരിച്ച് ഈ കാര്യത്തിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ BLO തിരിച്ച് ഈ പെൺകുട്ടിയുടെ കോളേജുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്നതൊക്കെ ഈ ഓഡിയോയുടെ പൂർണ്ണ രൂപത്തിലുണ്ട്. ഏതായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നണികളൊക്കെ ഒരുങ്ങുന്ന പശ്ചാത്തലത്തിൽ തന്നെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ PR ഏജൻസികൾക്കും റോളുള്ള കാര്യം നമുക്കറിയാം. ആ അർത്ഥത്തിൽ ഒരു രസകരമായ ഒരു ഓഡിയോ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അമൃത, മുന്നണികൾക്കൊപ്പം തന്നെ PR ഏജൻസികളും തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. വിവരങ്ങളാണ് സഫാൻ VP പങ്കുവച്ചത്.